പാച്ചു, എനിക്ക് ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോണമായിരുന്നു. ആ സരസ്വതി ഒന്ന് വിളിച്ചേ, പാർലർ ഉണ്ടോന്നൊന്ന് ചോദിക്കുവോ? ഈ സരസ്വതിക്ക് കൊടുക്കാനേ തുട്ടും എല്ലാം കയ്യിലുണ്ടോ? തുട്ട് നിന്റെ അല്ലേ പാച്ചു? പിന്നെ തുട്ടന്റെ ഇരിക്കില്ലേ, പഴയ പോലെ സിനിമ സീരിയലോ ഒന്നും ഇല്ല. വല്ല ഇനാഗുറേഷനോ കാറ്ററിംഗ് സർവീസോ? എന്തോ പാച്ചു, കാറ്ററിംഗോ എന്തൊക്കെയാ നീ പറയുന്നേ? കാറ്ററിംഗ് സർവീസ് അല്ല, കാറ്ററിംഗ് സർവീസ് പോലെ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും ഉണ്ടോന്നുള്ളതായി ഞാൻ പറഞ്ഞു. അല്ലേലേ പറഞ്ഞിട്ട് കാര്യമില്ല. കാശുള്ള സമയത്ത് വല്ല കപ്പലിന്റെ ബിസിനസ് തുടങ്ങിയത് ഇന്നും കാശായിരുന്നു. ഇന്നിപ്പോ 10 രൂപയുടെ കപ്പലിനെ വാങ്ങിച്ച് ഞാൻ പോലും പൈസ ഇല്ല. വല്ലാത്ത അവസ്ഥ തന്നെ. ഇതിനെ പിന്നെ വല്ല കവിത തിയേറ്ററിന് മുമ്പിൽ ഡാൻസ് കളിക്കാൻ കൊണ്ട് നിർത്തേണ്ട അവസ്ഥ വരുമെന്നോ തോന്നുന്നു. ഈശ്വര. ഹലോ ഹലോ, മറ്റേ റാണിയുടെ ഒരു ഇനാഗ്രേഷൻ ഡേറ്റ് വേണമായിരുന്നല്ലോ. എന്നത്തേക്കാണ്? നമുക്ക് 26-ാം തീയതി. ഞാൻ നോക്കട്ടെ ഒരു സെക്കൻഡ്. ഫുൾ ടൈറ്റ് ആണ് കേട്ടോ. 26 പറഞ്ഞേ. അന്ന് മാത്രം അവൈലബിൾ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഭാഗ്യം. നിങ്ങളുടെ ഫീസ് പേയ്മെന്റ് ഒരു 50,000. അത്രയൊന്നും തരാൻ പറ്റത്തില്ല. വേണമെങ്കിൽ 2,000 രൂപയും പരിപ്പുടയും ചായയും തരാം. അങ്ങനെയാണെങ്കിൽ ഒരു 20,000 2 ചിക്കൻ ബിരിയാണി. എന്നാലൊരു കാര്യം ചെയ്യാം, 12,000 രൂപയും ബിരിയാണി ഉറപ്പിച്ചോ? എന്നാ പിന്നെ ഞാൻ മാമിനോട് സംസാരിക്കട്ടെ. ഹലോ വെച്ചാ, അടുത്ത മാസം ഒരു ഉഗ്ര ഇനാഗുറേഷൻ വന്നിട്ടുണ്ട്. റേറ്റ് എങ്ങനെയാ, കേറ്റി വെച്ചോ? പിന്നെ അവർ 9,000 2 ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. 9,000ഓ? പിന്നെ സീരിയലിൽ പോയാൽ എനിക്ക് ഡെയിലി 900 രൂപ കിട്ടും. അപ്പോഴാ അവന്റെ ഒരു 9,000. മാം അങ്ങനെയാണെങ്കിലേ ഞാൻ ഒരു 5,000 രൂപ ഉറപ്പിക്കട്ടെ. എങ്ങനെയുണ്ട്? 5,000 ഓക്കെ. ആ 2 ചിക്കൻ ബിരിയാണി അതിൽ ഒന്നങ്ങ് മാറ്റിയാരേ. ഒരെണ്ണം മതി, അത് എനിക്ക് മാത്രം. അതെ, കുറെ നേരമല്ലോ ഒന്ന് ലിപ്സ്റ്റിക് വേണമെന്ന് പറഞ്ഞ് വണ്ടിക്കകത്ത് കയറിട്ട്. ഇങ്ങോട്ട് ഇറങ്ങണ്ടേ, എനിക്ക് പോണം. വണ്ടിയുടെ താക്കോലോ നാണ്ടേ